നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ് 2026 ക്ലാസ് ആണ്. കൂടുതലായിട്ടും ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോ ക്ലാസ് നന്നായിട്ട് കണ്ടു പഠിക്കാം. ഇടയ്ക്ക് ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? അതിന്റെ നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തതുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സിന്റെ നോട്ട് വേണം എന്നുള്ളവർ യെസ് എന്നും താഴെ പറയൂ. നോട്ട് ഞാൻ എന്തായാലും ഇട്ട് തന്നേക്കാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്ത് വെച്ചോളൂ. സ്റ്റാർട്ട് ചെയ്താലോ? പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ ചോദ്യം, 2026 ഏപ്രിൽ മാസം സ്വാമി വിവേകാനന്ദന്റെ പൂർണമായ പ്രതിമ അനാച്ഛാദനം അല്ലെങ്കിൽ അനാവരണം ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. ആരുടെയാണ്? സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമയാണ് സ്വാമി വിവേകാനന്ദൻ, അമേരിക്ക. 2026 ഏപ്രിൽ മാസം 25-ന് മുനി നാരായണ പ്രസാദ് അന്തരിച്ചു. ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ആത്മായനം എന്നതാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ. ഇമ്പോർട്ടന്റ് ആണ്, ആത്മായനം. ഇദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വർഷം 2024. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, 2024 പത്മശ്രീ പുരസ്കാര ജേതാവായ അടുത്തിടെ അന്തരിച്ച മുനി നാരായണ പ്രസാദിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ആത്മായനം എന്നതാണ്, ആത്മായനം. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടത്, 2026 അക്കിത്തം പുരസ്കാര ജേതാവ് ആരാണ്? വി മധുസൂദനൻ നായർ. വി മധുസൂദനൻ നായർക്കാണ് 2026 അക്കിത്തം പുരസ്കാരം ലഭിച്ചത്. അപ്പൊ 3 ചോദ്യം കിട്ടിയോ? സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ അമേരിക്ക, മുനി നാരായണ പ്രസാദിന്റെ ആത്മകഥ ആത്മായനം, അക്കിത്തം പുരസ്കാരം 2026 വി മധുസൂദനൻ നായർ. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കട്ടെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആർട്ടമിസ് 2 ദൗത്യത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തില്ലേ? അപ്പൊ ആർട്ടമിസ് 2 ദൗത്യം വിക്ഷേപിച്ച ഡേറ്റ്, വർഷവും തീയതിയും ഏപ്രിൽ മാസമാണെന്ന് അറിയാലോ. അപ്പൊ ഏപ്രിൽ മാസത്തിലെ എന്ന്, ഏത് ദിവസം? 2026 ഏപ്രിൽ എന്ന്, അത് വേണം നിങ്ങൾ കമന്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോ ആർട്ടമിസ് 2 ദൗത്യം വിക്ഷേപിച്ച ഡേറ്റ് കറക്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്തേ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ VFA ബെഫ്കോ LD ബാച്ചിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ VFA ബെഫ്കോ LD പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച് ആണ്. VFAക്ക് പ്രിലിംസ് ഇല്ല, മെയിൻസ് മാത്രമാണ് PSC നടത്തുന്നത്. ബെഫ്കോയ്ക്ക് പ്രിലിംസും മെയിൻസും ഉണ്ട്. അത് 10th പ്രിലിംസിന്റെ കൂടെയാണ്. അപ്പോൾ രണ്ടിന്റെയും കൂടി കോംബോ ബാച്ച് ആയതുകൊണ്ട് തന്നെ പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ബാച്ച് ആണ്. ഇതിന്റെ മെയിൻസിന്റെ ക്ലാസ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് 1 day ആയതേ ഉള്ളൂ. അപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആണ്. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളാം. 1999 മാത്രമേ ഫീസ് വരുന്നുള്ളേ. അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. മെയിൻസ് എക്സാം കഴിയുന്നത് വരെ, 2 പരീക്ഷയുടെ മെയിൻസ് എക്സാം കഴിയുന്നത് വരെ, അതായത് ഈ വർഷം അവസാനം വരെ നിങ്ങൾക്ക് കോഴ്സിന്റെ വാലിഡിറ്റിയും ഉണ്ടായിരിക്കും. ഗൈഡൻസ് ഉള്ള ബാച്ചാണ്. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻ വരുന്നത്. ശനി ഞായറും റിവിഷൻ ആയിരിക്കും. ഞായറാഴ്ച പരീക്ഷ. എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തുള്ള ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. അതുപോലെ തന്നെ മെയ് മാസം 4-ന് നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കമ്പനി LGSന്റെ പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച്. ഫുൾ സിലബസ് കവറേജ് ആണ്. പിന്നെ നമ്മുടെ കോഴ്സിലെ എല്ലാ കോഴ്സുകളിലും ഷോർട്ട് കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സും ഉണ്ടായിരിക്കും കേട്ടോ, എല്ലാ കോഴ്സുകളിലും. അതുപോലെ പഴയ CRT പുതിയ CRT ഒക്കെ എല്ലാ കോഴ്സിലും ഉണ്ടായിരിക്കും. ഈ കോഴ്സിന് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് ഞാൻ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മെയിൻസ് എക്സാം കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. ഇതിലും തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ് വരുന്നു. ശനി ഞായറും റിവിഷൻ, ഞായറാഴ്ച പരീക്ഷ. ആ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ സെറ്റ് അല്ലേ? അപ്പോൾ കയറി ജോയിൻ ചെയ്തോളാം. ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും അതുപോലെ കമ്പ്യൂട്ടറിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത ചോദ്യം, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ISOയുടെ അംഗീകാരം ലഭിച്ച കേരള സർക്കാരിന്റെ ഇന്റർനെറ്റ് പദ്ധതിയുടെ പേരെന്താ? KFON, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. KFOന്റെ ഫുൾ ഫോം എന്താ? കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കിന് എന്ത് കിട്ടി? ISO സർട്ടിഫിക്കേഷൻ ലഭിച്ചു. തഡോബ അന്താരി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. തഡോബ അന്താരി ടൈഗർ റിസർവിൽ നിന്നേ ഒരു ആൺകടുവ, അതിന്റെ പേര് എക്സ്പ്ലോറർ എന്നാണ്. ഈ ആൺകടുവ 650 കിലോമീറ്റർ സഞ്ചരിച്ച് ആന്ധ്രാപ്രദേശിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാർത്താ പ്രാധാന്യമൊക്കെ നേടിയിട്ടുള്ള ടൈഗർ റിസർവ് ആണ് തഡോബ അന്താരി ടൈഗർ റിസർവ്. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം,
അടുത്തിടെ ചൊവ്വയിലെ ഏത് ഗർത്തത്തിലാണ് നാസയുടെ ക്യൂരിയോസിറ്റി റോവർ ജൈവ തന്മാത്രകൾ കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ ഗെയിൽ ഗർത്തത്തിലാണ്. ഗെയിൽ ഗർത്തം. ഈ 2026 ഏപ്രിൽ മാസം നടുക്കിയ ഒരു സംഭവമാണ് ജപ്പാനിലെ ഭൂകമ്പം. 7.7 തീവ്രതയിലാണ് ഭൂകമ്പം രേഖപ്പെടുത്തിയത്. 2026 ഏപ്രിൽ മാസം ജപ്പാനിലാണ്. ജപ്പാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജപ്പാൻ. സഞ്ജു സാംസന്റെ വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ? നിലവിൽ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള മലയാളി ആരാണെന്ന് ചോദിച്ചാൽ സഞ്ജു സാംസൺ ആണ്. ഇതിനു മുന്നേ ആരായിരുന്നു എന്നറിയോ? കീർത്തി സുരേഷ് ആയിരുന്നു. കീർത്തി സുരേഷിനെ വെട്ടി ആരിപ്പ കേറി? സഞ്ജു സാംസൺ. അപ്പോ ഇപ്പോ 1-ാം സ്ഥാനം സഞ്ജു സാംസൺ, മലയാളികളുടേതാണ്. 1-ാം സ്ഥാനം സഞ്ജു സാംസൺ, 2ാമത് കീർത്തി സുരേഷ്, 3ാമത് അനുപമ പരമേശ്വരൻ, 4ാമത് ആരാണ്? DQ ആണ്, 5ാമത് ടോവിനോ തോമസ്. ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഫോളോവേഴ്സിന്, മലയാളികളുടെ ഫോളോവേഴ്സ് ഏറ്റവും കൂടുതലുള്ളത് സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ ഇപ്പൊ അടിച്ചു കയറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഫോളോവേഴ്സും അടിച്ചു കയറിയിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റഗ്രാമില്. അപ്പൊ നിലവിൽ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള മലയാളി ആരാണെന്ന് ചോദിച്ചാൽ സഞ്ജു സാംസൺ ആണ്. ഓർക്കുക. അപ്പൊ K-Phone ISO സർട്ടിഫിക്കേഷൻ, മഹാരാഷ്ട്രയിലെ തഡോബ അന്ധാരി ടൈഗർ റിസർവ് ഓർക്കുക. ഗെൽ ഗർത്തത്തിന്റെ കാര്യം ഓർക്കുക. ജപ്പാനിൽ ഭൂകമ്പം രേഖപ്പെടുത്തിയ തീവ്രതയും കൂടി ഓർക്കുക. സഞ്ജു സാംസൺ ഫോളോവേഴ്സ് ഉള്ള മലയാളി. സെറ്റല്ലേ? ഇനി ആശാ ഭോസ്ലെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആശാ ഭോസ്ലെ ലതാ മങ്കേഷ്കറിന്റെ സഹോദരിയാണ്. രണ്ടുപേരും ഗായകരാണ്. അപ്പൊ 2026 ഏപ്രിൽ മാസം ഒരു ഗായിക നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. 2026 ഏപ്രിൽ മാസം ആശാ ഭോസ്ലെ അന്തരിച്ചു. അപ്പൊ ആശാ ഭോസ്ലെയെ കുറിച്ച് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഓരോന്നായിട്ട് പറയട്ടെ. ആശാ ഭോസ്ലെയുടെ യഥാർത്ഥ പേരെന്താ? ആശാലത ദിനനാഥ് മങ്കേഷ്കർ. ആശാലത ദിനനാഥ് മങ്കേഷ്കർ എന്നതാണ് ആശാ ഭോസ്ലെയുടെ യഥാർത്ഥ പേര്. ജനനം എവിടെയാണ്? മഹാരാഷ്ട്രയിലെ ഗോറിലാണ് ജനനം. 1933 സെപ്റ്റംബർ മാസം 8. 1933 സെപ്റ്റംബർ മാസം 8-നാണ് ജനിച്ചത്. മരിച്ചത് 2026 ഏപ്രിൽ മാസം 12-ന് മുംബൈയിൽ വെച്ചാണ് മരിച്ചത്. ഏപ്രിൽ മാസം 12 ഓർക്കുമല്ലോ. അപ്പൊ ജനനവും മരണവും ഓർക്കുക. ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യ ഗാനം മറാത്തി ചിത്രമായ മാത്സാ ബാൽ 1943 പുറത്തിറങ്ങിയ മാത്സാ ബാൽ എന്ന ചിത്രത്തിലെ ചലാ ചലാന ബാല എന്നതായിരുന്നു ആദ്യത്തെ ഗാനം. ആദ്യത്തെ ഹിന്ദി ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ സാവൻ ആയ. 1948 ചുനരിയ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ പാട്ടാണ് സാവൻ ആയ. സാവൻ ആയ അതായിരുന്നു ആദ്യമായിട്ട് പാടിയ ഹിന്ദി ഗാനം. പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ഓർത്തിരിക്കുക. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം, വർഷം പഠിക്കാൻ എളുപ്പമുണ്ട്, 2000-ലാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ടായിരുന്നു 2008-ലാണ് ആശാ ഭോസ്ലെക്ക് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അപ്പൊ ഈ സ്ലൈഡിൽ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ കിട്ടിയോ? ആശാ ഭോസ്ലെയുടെ യഥാർത്ഥ നാമം എന്താണ്? ആശാലത ദിനനാഥ് മങ്കേഷ്കർ. ജനിച്ചതെന്ന സെപ്റ്റംബർ 8, 1933. മരിച്ചതെന്ന 2026 ഏപ്രിൽ മാസം 12. ആദ്യ ഗാനം ചലാ ചലാ നവ് ബാല മാത്സാ ബാൽ എന്ന മറാത്തി ചിത്രത്തിലാണ് ഈ ഒരു ഗാനം പാടിയത്. ആദ്യ ഹിന്ദി ഗാനം ചുനരിയ എന്ന ചിത്രത്തില് സാവൻ ആയ. 2000-ലാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. 2008 പത്മവിഭൂഷൺ പുരസ്കാരവും ലഭിച്ചു. ഓക്കെ, അപ്പൊ നമ്മുടെ ബാച്ചിന്റെ കാര്യം മറക്കണ്ട. കമ്പനി എൽജിഎസ് പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച് മെയ് മാസം 4-ന് സ്റ്റാർട്ട് ചെയ്യുന്നു. മഹാരാഷ്ട്ര ഭൂഷൺ പുരസ്കാരം ലഭിച്ച വർഷം 2021. 2021-ലാണ് മഹാരാഷ്ട്ര ഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് 2011 കിട്ടിയിട്ടുണ്ടായിരുന്നേ. എന്തിന്? ഏറ്റവും കൂടുതൽ സ്റ്റുഡിയോ റെക്കോർഡിങ്ങുകൾ നടത്തിയ ഗായിക എന്ന നിലയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത് ആശാ ഭോസ്ലെയാണ്. 2011 ഏറ്റവും കൂടുതൽ സ്റ്റുഡിയോ റെക്കോർഡിങ്ങുകൾ നടത്തിയ ഗായിക. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് 1981-ലും 87-ലും ആശാ ഭോസ്ലെക്ക് ലഭിച്ചു. 81-ലും 87-ലും. ഇനി കുറച്ച് ചോദ്യങ്ങളായിട്ട് പറഞ്ഞു തരട്ടെ. 2026 ഏപ്രിൽ 12-ന് അന്തരിച്ച, പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ച ഇന്ത്യൻ പ്രശസ്ത ഇന്ത്യൻ പിന്നണി ഗായിക ആരാണ്? ആശാ ഭോസ്ലെ. ആ ഡേറ്റ് മറക്കണ്ട. 2026 ഏപ്രിൽ മാസം 12. അടുത്തൊരു ചോദ്യം, ഈ പറഞ്ഞേക്കുന്ന ചോദ്യം തന്നെ ഞാൻ ചോദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത ഗായിക എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യക്കാരി. വർഷവും പറയുന്നുണ്ട്, 2011. ആരാണ്? ആശാ ഭോസ്ലെയാണ്. ആശാ ഭോസ്ലെ. അടുത്തൊരു ചോദ്യം, ആശാ ഭോസ്ലെയുടെ ആദ്യത്തെ സിനിമാ ഗാനം ഏതു ഭാഷയിലായിരുന്നു?
മറാത്തി ഭാഷ മാത്സ ബാൽ എന്ന ചിത്രം മറാത്തി ചിത്രമാണ് 1943. ഹിന്ദി 1948 ആശാ ഭോസ്ലേക്ക് ഇന്ത്യയിലെ പരമോന്നത സിനിമാ പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് എന്നാണ്? 2000. കിട്ടിയല്ലോ. ഇന്ത്യൻ സംഗീത ലോകത്തെ പ്രശസ്ത ഗായികയായ ലതാ മങ്കേഷ്കറുമായി ആശാ ഭോസ്ലേക്കുള്ള ബന്ധം എന്താണ്? സഹോദരിയാണ്. ലതാ മങ്കേഷ്കറുടെ സഹോദരിയാണ് ആര്? ആശാ ഭോസ്ലെ. കിട്ടിയല്ലോ. അപ്പൊ ചോദ്യങ്ങളെല്ലാം കിട്ടിയില്ലേ? ഇനി ഏത് ചോദിച്ചാലും എഴുതുമല്ലോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാ ക്വസ്റ്റ്യൻസും ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിച്ചിട്ട് പോവുക. ഇത് പഠിക്കാൻ വേണ്ടി വേറെ സമയം നിങ്ങൾ കണ്ടെത്തേണ്ട ആവശ്യം ഇല്ല. അത്രയും അറ്റൻറ്റീവ് ആയിട്ട് ക്ലാസ്സിലിരിക്കാം. നമ്മൾ ചോദിച്ച ചോദ്യം കൂടി താഴെ നിന്ന് കമന്റ് ചെയ്യുക. ആർട്ടമിസ് 2 ദൗത്യം വിക്ഷേപിച്ചത് എന്നാണ്. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബാച്ചിന്റെ കാര്യം മറക്കണ്ട. ഒരുപാട് ബാച്ചുകൾ LGS മുതൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസ് വരെയുള്ള കോച്ചിങ് നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ അവൈലബിൾ ആണ്. ചെക്ക് ചെയ്തേക്കുക. ഹർഷിതം എജ്യൂടെക് ആപ്പിൽ സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.